അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സ്വന്തം ഭാര്യയെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഒദു മുറിയും എന്നുള്ള കാര്യം മുജാഹിദുകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് അവരുടെ പള്ളിയിൽ സ്ത്രീകളെ കൊണ്ടുവരികയും തൊടുകയൊക്കെ വേണം, അതിനെ വ്യാഖ്യാനിക്കുക ചെയ്യുക. സ്വന്തം ഭാര്യയെ തൊട്ടാൽ ഒദു മുറിയും, ആരാൻ്റെ ഭാര്യയെ തൊട്ടാൽ എല്ല് മുറിയും, ചിലപ്പോൾ പല്ല് പോയിന്ന് വരും എന്ന് ഇവരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്രത്തോളം എന്നറിയോ? കാലങ്ങളോളം മനസ്സിലാക്കാതെ പിന്നീട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ തമ്മിൽ പ്രശ്നങ്ങളായി തമ്മിൽ പോരായ സമയത്ത് അവർക്കറിയുന്ന ചില കാര്യങ്ങൾ അവർ വിളിച്ചു പറയുന്നുണ്ട്. കേട്ടോക്കി. ഭാര്യയെ ചുംബിച്ചാൽ വുദു മുറിയുമോ? ഇമാം അബൂദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹായ സനദോടുകൂടി ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബലഹാ വലം യതവദ്ദ. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ റളിയല്ലാഹു അൻഹയെ ചുംബിച്ചു, പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ വുദു എടുത്തില്ല. ഇതാണ് വിസ്ഡം തട്ടിപ്പ്. ഇമാം അബൂദാവൂദ് ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം വേറെ സ്ഥലത്തല്ല, തൊട്ടടുത്ത വരിയിൽ പറയുന്നു, വഹുവ മുർസലുൻ, ഈ ഹദീസ് മുർസലാണ്. ഇബ്രാഹിമു തൈമിയു ലം യസ്മഅ മിൻ ആയിഷത ശൈഅ, ഇബ്രാഹിമു തൈമി ആയിഷയിൽ നിന്നും ഒന്നും കേട്ടിട്ടില്ല റളിയല്ലാഹു അൻഹു. ഇമാം തിർമിദി പറഞ്ഞത് ഹദീസ് പണ്ഡിതന്മാർ ഇതിനെ സ്വീകരിക്കാത്തത് തന്നെ ഇതിന്റെ സനദ് കാരണമാണ് എന്ന് പറയുകയും ഇതിനെ പൂർണ്ണമായി തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. വഇന്നമാ തറക അസ്ഹാബുനാ ഹദീസ ആയിഷത അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഹാദാ, ഈ വിഷയത്തിലുള്ള ഹദീസുകളെ നമ്മുടെ അസ്ഹാബ്, ഇമാം തിർമിദി, ഇമാം അബൂദാവൂദ്, ഇമാം ബുഖാരി, മുകളിൽ അലി ഇബ്നുൽ മദീനി, യഹ്യ ഇബ്നു സഈദ് അൽ ഖത്താൻ, അതിനും മുകളിൽ ഇമാം മാലിക്, ഇമാം ഷാഫിഈ, ഇമാം അഹ്മദ് റഹിമല്ലാഹുൽ ജമീഅ ഒഴിവാക്കാൻ കാരണം ലാ യസിഹു ഇൻദഹും ലിഹാലിൽ ഇസ്നാദ്, സനദ് കാരണം ഈ ഹദീസ് ഇമാമുകളുടെ അരികിൽ സ്വീകാര്യമല്ല. എന്നിട്ട് ഉദ്ധരിക്കേണ്ടത് അൻ അലി ഇബ്നുൽ മദീനി ഖാല ضعف യഹ്യ ഇബ്നു സഈദ് അൽ ഖത്താൻ ഹാദൽ ഹദീസ്, യഹ്യ ഇബ്നു സഈദ് അൽ ഖത്താൻ ലഈഫാക്കി. എന്നിട്ട് പറഞ്ഞു ഹുവ ശിബ്ഹുൻ ലാ ഷൈഉൻ, ശിബ്ഹുൻ ലാ ഷൈ, ഇവരുടെ ഭാഷയിൽ വാറോലയാണ്, ഒന്നുമല്ല എന്നർത്ഥം. വസമിഅ്തു മുഹമ്മദ് ഇബ്നു ഇസ്മാഈൽ യുളഇഫു ഹാദൽ ഹദീസ്, ഇമാം ബുഖാരി ലഈഫാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അരുമ ശിഷ്യനായ ഇമാം തിർമിദി പറയുന്നു. ഇവിടെ ഇദ്ദേഹം സഹീഹാണെന്ന് പറഞ്ഞ ഹദീസിനെ പറ്റിയും ഇമാം തിർമിദി വ്യക്താക്കിയിട്ടുണ്ട്. ഇബ്രാഹിം തൈമി അൻ ആയിഷ എന്ന ഹദീസ് വഹാദ ലാ യസിഹു ഐലൻ, ഇതും സഹീഹല്ല. എന്നിട്ട് ഇമാം അബൂദാവൂദ് പറഞ്ഞ അതേ കാരണം വലാ നഅരിഫു ഇബ്രാഹിം തൈമി സമാഅൻ മിൻ ആയിഷ, ഇബ്രാഹിം തൈമി ആയിഷയിൽ നിന്നും കേട്ടിട്ടില്ല റളിയല്ലാഹു അൻഹു. എന്നിട്ട് അവസാനം തീർപ്പാക്കിക്കൊണ്ട് ഇമാം തിർമിദി പറയാണ് വലൈസ യസിഹു അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഹാദൽ ബാബി ഷൈഉൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ അധ്യായത്തിൽ സഹീഹായി ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ഇത് നിങ്ങളുടെ വിസ്ഡം മൻഹജ് അനുസരിച്ച് പറ്റിച്ചതാണോ അതോ മനുഷ്യ സഹജമായി പറ്റിപ്പോയതാണോ? എന്താണെങ്കിലും ഇതുപോലുള്ള ഉടായ്പകളുമായി ഇനി നമ്മൾ മുന്നോട്ട് പോവേണ്ടതില്ല. ഓക്കെ, അങ്ങനെ വിസ്ഡം മുജാഹിദുകൾ നന്നാകാൻ തീരുമാനിച്ചെങ്കിൽ നല്ല കാര്യം. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി. മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന എല്ലാ നവീന ആശയത്തിൻ്റെയും അടിസ്ഥാനം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി എന്തും നിർവ്യാഖ്യാനം ചെയ്യാനും വളച്ചൊടിക്കാനും ഏത് ദുർബലത്തെ പിടിച്ച് കൂട്ടുകെട്ടി അത് ബലപ്പെടുത്താനും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതൊരു ഉദാഹരണം മാത്രം. ഇതിലൂടെ മറ്റുള്ളതൊക്കെ നമുക്ക് വീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ചെറിയൊരു സത്യം കൂടിയാണത്.